എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലായിടത്തും ഉത്സവത്തിന്റെ സീസണൊക്കെ ആയിരിക്കുകയാണല്ലേ. നമ്മുടെ അവിടെയും ഉത്സവം ആവാറായിട്ടുണ്ട് കേട്ടോ. ഉത്സവത്തിന് മുമ്പ് നമ്മുടെ അവിടെയൊക്കെ പറയെടുക്കുന്ന ഒരു ആഘോഷമുണ്ട് കേട്ടോ. ഒട്ടുമിക്ക സ്ഥലത്തും അത് കേട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇവിടെ പറ വരാനുള്ള സമയമായിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്യേണ്ട ആവശ്യം ഉള്ളതുകൊണ്ട് നമുക്കിന്നൊരു ഡീപ്പ് ക്ലീനിങ് വ്ലോഗ് ആയാലോ. ഇവട്ടം നമ്മൾ വീട്ടിൽ പറ കയറ്റുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട് പണിയൊക്കെ കഴിഞ്ഞതുകൊണ്ട് വീട്ടിൽ പറ കയറ്റാന്ന് വിചാരിച്ച് കഴിഞ്ഞ കൊല്ലം മുതൽ കയറ്റുന്നുണ്ട്. അപ്പോൾ ഇക്കൊല്ലം എന്തായാലും കയറ്റണം. അപ്പോൾ പറ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ രാവിലത്തെ പണിയൊക്കെ അമ്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്ന് ക്ലീനിങ് മാത്രമായിട്ട് ചെയ്യാം. ക്ലീനിങ്ങിന് മുമ്പായിട്ട് മുഖത്ത് ടവൽ കെട്ടുന്നുണ്ട് കേട്ടോ. ഒന്ന് എനിക്ക് അലർജിയുടെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് പൊടി നല്ല പോലെ അടിക്കും. കാരണം നമുക്ക് പുറം ഭാഗമൊക്കെ കുറേ ക്ലീൻ ചെയ്യാനുണ്ട്. ഇന്ന് ഞാൻ ഉണ്ണി മാത്രമേ ഉള്ളൂ കേട്ടോ. അമ്മയ്ക്ക് പണിയുള്ളതുകൊണ്ട് അമ്മ പണിക്ക് പോയി. അപ്പോൾ തുമ്മാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ മാറാലടിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊടി നമ്മുടെ മേത്തിക്ക് വീഴുമല്ലോ. അപ്പോൾ അത് തലയിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ ഒരു തോർത്തും കൂടി കെട്ടിക്കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം എന്നെ കണ്ടു കഴിഞ്ഞാൽ താലിബാൻ ഭീകരവാദികളെ പോലെ തന്നെ ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഉണ്ണി പറയുന്നത്. അങ്ങനെ ആദ്യം ഞാൻ വിചാരിച്ചു പുറത്തെ മാറാലിയൊക്കെ അടിച്ചതിന് ശേഷം അകത്തേക്ക് കയറാമെന്ന്. അകത്തെ പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ കുറച്ചൊക്കെ തീർത്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് വലിയ ക്ലീനിങ് ഇല്ല കേട്ടോ. പക്ഷെ പുറം ഭാഗം അത്യാവശ്യം നല്ല രീതിയിൽ അടിച്ച് കഴുകാനും ഒക്കെ ഉണ്ട്. മോൾ ഭാഗത്തു നിന്ന് നിൽക്കുന്ന ചവറൊക്കെ അടിച്ചാൽ ഞാൻ നോക്കി, പക്ഷേ ഈ ചൂലുകൊണ്ട് പറ്റുന്നില്ല കേട്ടോ. ഇനി മോളിൽ കയറി ചകിരി വെച്ച് ഉരച്ചാൽ അത് പോകുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. കുറേ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. പുറത്ത് ഇതിനും മാത്രം മാറാലുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. സാധാരണ അമ്മ അടിച്ചു വിടാറുള്ളൂ കേട്ടോ. പുറം ഭാഗത്തേക്ക് ഞാൻ സത്യം പറഞ്ഞ് ഇറങ്ങലൊന്നുമില്ല, അമ്മ തന്നെ അതിനെ ചെയ്യല്. ഇപ്പം അമ്മയ്ക്ക് ജോലി ഉള്ളതുകൊണ്ട് അമ്മയും അധികം അങ്ങോട്ട് ഇറങ്ങലില്ല. അകംഭാഗം നമ്മളിങ്ങനെ മോടി പൊടിപ്പിച്ച് ആൾക്കാർ കാണുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വൃത്തിയിലൊക്കെ കണ്ടടക്കും. പക്ഷെ പുറത്തിറങ്ങിയപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടെന്ന്. ഒരു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമുക്ക് പുറം ഭാഗം ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മാറാല പിടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുറേ സമയം എടുത്തിട്ടാണ് ചെയ്തത്. പക്ഷേ ചെയ്ത് വന്നപ്പോൾ മണ്ടത്തരം മനസ്സിലായി. ആദ്യം അകം ചെയ്താൽ മതിയായിരുന്നു. ഒന്നല്ല കേട്ടോ, കാരണം വേറെ ഒന്നല്ല, നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. തലവേദനയ്ക്കുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. പിന്നെ തലയിൽ കെട്ടുള്ളതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എല്ലാ പണിയും വേഗം തീർത്ത് ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ള വിചാരത്തിലാണ് ചെയ്യുക. പക്ഷെ ക്ലീനിങ് മാത്രം ഞാൻ കുറച്ച് നേരം ക്ലീൻ ചെയ്യും, ബാക്കി സമയം എന്തെങ്കിലുമൊക്കെ ചൊറിയും കുത്തിയിരിക്കും കേട്ടോ. അതാണ് എൻ്റെ പണി. ഈ ഒരു ഭാഗം ഫുള്ള് നമുക്ക് മാറ്റാനുണ്ട് കേട്ടോ ചെടികളുടെ. അതൊക്കെ ആലോചിച്ചിരിക്കുകയായിരുന്നു. തുടങ്ങി വെച്ചപ്പോഴാണ് ഇഷ്ടം പോലെ പണിയുണ്ടല്ലോ എന്ന് മനസ്സിലായത്. പുറത്തെ പണികളൊക്കെ തീർന്നതിന് ശേഷം നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ജനലും വാതിലും തുറന്നിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ജനൽ ഈ ഭാഗത്തൊന്നും അങ്ങനെ ഡെയിലി തുടക്കലില്ല കേട്ടോ. കാരണം അപ്പുറത്ത് ഒരു പറമ്പ് പോലെയാണ്. അപ്പോൾ പാമ്പിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് അകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴെങ്കിലും ആ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ ജനൽ തുറന്നിടാറുള്ളത്. അതുകൊണ്ട് തുറക്കാൻ നല്ല പാടായിരുന്നു കേട്ടോ, ഇരുമ്പിൻ്റെ ആയതുകൊണ്ട്. ജനലൊക്കെ തുറന്നിട്ടതിന് ശേഷം നേരെ ഫാനൊക്കെ തുടയ്ക്കുന്നുണ്ട് കേട്ടോ. ഫാനൊന്നും അധികം ക്ലീൻ ചെയ്യാനില്ല, നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്ന കാരണം നമ്മൾ കാറ്റടിക്കുന്ന സമയത്ത് പൊടി വന്ന് തുമ്മൽ പിടിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ആ ഭാഗമൊക്കെ ക്ലീൻ ആയിരിക്കും കേട്ടോ. പിന്നെ ഉണ്ടായിരുന്നത് ബെർത്തിൻ്റെ മുകളിലാണ്. ബെർത്തിൻ്റെ മുകളും അങ്ങനെ എല്ലായ്പ്പോഴും ക്ലീനിങ്ങിൻ്റെ ഒരു പരിപാടി ഒന്നുമില്ല, മാസത്തിലൊരിക്കലൊക്കെ ക്ലീൻ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അവിടെ മാറാനുണ്ടായിരുന്നു. അതൊക്കെ തട്ടിക്കുടഞ്ഞെടുത്തിട്ടുണ്ട്. ജനല ക്ലീനിങ് ആയിരുന്നു കേട്ടോ പിന്നെയും കുറച്ച് ടാസ്ക് ആയിട്ടുള്ളത്. എപ്പോഴും ക്ലീൻ ചെയ്യുന്നതാണ്, എങ്കിലും മാറാല പിടിച്ചിട്ടൊരു സൗകര്യമില്ല കേട്ടോ. ഇതിന് മാത്രം ചലന്തികളുണ്ടോയെന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഞാൻ ക്ലീൻ ചെയ്തതാണ് കേട്ടോ. അപ്പോഴേക്കും ചലന്തി വല പിടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് ഇങ്ങനെ അധികം വരാത്തതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധയും വരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞാനിങ്ങനെ മാറാലടിച്ച് കൊടുത്താൽ ഉണ്ണി അത് തുടച്ച് ക്ലീൻ ആക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്ക് ഉയരം കൊണ്ട് എത്തില്ല കേട്ടോ. അവൾ എന്നേക്കാൾ ഹൈറ്റ് ഉള്ളതുകൊണ്ട് അവൾക്ക് ഒന്നും കൂടി പൊക്കത്തിൽ കയറി ചെയ്യാൻ പറ്റും. അങ്ങനെ ജനലൊക്കെ ക്ലീൻ ചെയ്ത് ഞങ്ങൾ ഓരോ റൂമാണ് കേട്ടോ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാ റൂമിലും പോയി വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു മടിയോ വയ്യായോ വന്നു കഴിഞ്ഞാൽ അതെല്ലാം അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഓരോ റൂം ക്ലീൻ ചെയ്ത് നെക്സ്റ്റ് റൂമിലേക്ക് പോവാം. ക്ലീനിങ് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് കേട്ടോ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ പറയാൻ പറ്റില്ലല്ലോ, മനുഷ്യൻ്റെ കാര്യമില്ല, എന്തെങ്കിലും വയ്യായൊക്കെ വന്നാലോ. അതിന് മാറാലടി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് കുറച്ച് അടിഭാഗമൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. തുടയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് വിനാഗിരിയും അതുപോലെ തന്നെ സോപ്പും പൊടിയുടെ ലിക്വിഡ് ഉണ്ടല്ലോ, അതും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ലൊരു ഗ്ലോ കിട്ടും അത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ. പിന്നെ അത്യാവശ്യം അഴുക്കും നല്ല പോലെ പോട്ടോ. അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. റൂമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹാളിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് 3 റൂമാണ് ഉള്ളത്. 3 റൂമും റിപ്പീറ്റഡ് ആയിരിക്കുമല്ലോ ക്ലീനിങ് ചെയ്യുന്നത്. അതുകൊണ്ട് അതൊന്നും എടുത്തിട്ടില്ല. നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മടുക്കുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ എടുക്കാഞ്ഞത്. അപ്പം നമുക്ക് ഹാളിൻ്റെ ക്ലീനിങ് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഹാളിൽ കുറച്ച് ഹാങ്ങിങ് പോട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം അതൊക്കെ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒരു വെയിൽ കൊള്ളട്ടെ.
ജനലൊക്കെ ഉണ്ണി തുടയ്ക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ വേഗം ആ ഭാഗത്തെ മാറാലൊക്കെ അടിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവൾ ബാക്ക് ഭാഗത്ത് ജനല തുടച്ച് വരുമ്പോഴേക്കും നമുക്ക് ഈ ഭാഗത്ത് ക്ലീൻ ചെയ്തിട്ടാൽ അവളുടെ പണി നടക്കും, എൻ്റെ പണിയും ഒരു സൈഡിൽ കൂടെ നടന്നോളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഡീപ്പ് ക്ലീനിങ്ങിൽ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ ഇത്രയധികം പൊടി നമ്മുടെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ നമ്മളെ കൊണ്ട് എത്തുന്ന പോലെ എല്ലാവരും കാണുന്ന ഭാഗം വൃത്തിയാക്കി ഇടും, പക്ഷെ കാണാത്ത ഭാഗങ്ങൾ അതുപോലെ തന്നെ അവിടെ കിടക്കും. അവിടെ ഇഷ്ടം പോലെ പൊടികളുണ്ടാവും കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഉത്സവ സീസൺ അതുപോലെ ഓണം വിഷു ഒക്കെ വരുമ്പോഴാണ് ഡീപ്പായിട്ടൊരു ക്ലീനിങ്ങിന് ഇറങ്ങുക. ആ ടൈമിലാണ് കേട്ടോ ഇരട്ടിപ്പണി മനസ്സിലാവുക. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ പൊടി ഉണ്ടാവും. ഇന്ന് വീട്ടിൽ ക്ലീനിങ്ങിന് നിൽക്കുന്നത് കൊണ്ട് തന്നെ പാപ്പൂസിനെ അങ്ങട് കെട്ടി നടത്തിക്കാണ് കേട്ടോ. അതിൻ്റെ ഒരു പിണക്കത്തിൽ കിടക്കുകയാണ് ആള്. ആ ഒരു ടൈമിൽ ഉണ്ണി പോയി കാശ് കലക്കുന്നുണ്ട്. അതും കൂടി കുടിച്ച് കുറച്ച് നേരം റിലാക്സ് ഒക്കെ ചെയ്ത് നമുക്ക് തുടയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം നമുക്കും വേണ്ട റെസ്റ്റൊക്കെ. അതൊക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്കാണ് കേട്ടോ പിന്നെ റീസ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കാരണം ഇടയിൽ ഞാൻ ചോറൊക്കെ കഴിക്കാൻ പോയി. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യമായിട്ടൊന്നും തട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്ത്യയുടെ കളി ഉള്ളതുകൊണ്ട് കളിയും വെച്ച് TV ഒക്കെ ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. TVയും അതുപോലെ തന്നെ TVയുടെ ബാക്കിലുള്ള ഷെൽഫും 2 ദിവസം മുമ്പ് നമ്മൾ തട്ടിക്കുടഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ TVയും തുടച്ചിട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വന്നില്ല. എങ്കിലും വെറുതെ അധികം സാധനങ്ങളൊന്നും എടുക്കാണ്ട് വെറുതെ ഒന്ന് തുടച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഡൈനിങ് ടേബിൾ ആദ്യം ഞാൻ നോർമലായിട്ട് തുടച്ചു, പിന്നെ വെള്ളം തൊട്ട് തുടച്ചു. അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അവിടെ വെച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ തിരിച്ച് അവിടെ തന്നെ കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. കുറച്ച് ഭംഗിയാവട്ടെ. ഈ വട്ടം കുറച്ച് പുതിയ സാധനങ്ങളാണ് കേട്ടോ വെച്ചത്. എപ്പോഴും ഒരേപോലെ ഇരുന്ന് കഴിഞ്ഞാൽ കാണാൻ നമുക്ക് ഭംഗി തോന്നില്ല. മാറ്റി മാറ്റി നമ്മൾ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഈ വട്ടം നമ്മളൊരു ഗണപതിയുടെ വിളക്ക് കൂടി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പുറത്തുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പ്ലാന്റ് ഒക്കെ ഒന്ന് നനച്ചു കൊടുത്ത് തിരിച്ച് അതേ സ്ഥലത്ത് നമുക്ക് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ഹാള് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ച് പുറത്തേക്ക് ഇറങ്ങാം. കുറച്ച് പുറത്തിരിക്കുന്ന ചെടികൾ വൃത്തിയാക്കി എടുക്കാനുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് തുടച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചു. CC പ്ലാന്റ് ആണ്, ഇലകൾ കാണാനല്ലേ ഭംഗി. അപ്പോൾ സൂക്ഷിച്ച് വേണം തുടച്ചെടുക്കാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഒടിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് ഓരോ ഇലയും കുറച്ച് സമയം എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതാത് സ്ഥാനത്ത് അത് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. ഇനി എനിക്ക് പുറം ഭാഗം ഒന്ന് തുടയ്ക്കാനുണ്ട്. അടിഭാഗമൊക്കെ ഞാൻ തുടച്ചിട്ടിട്ടുണ്ട്, പക്ഷെ എങ്കിലും നമ്മുടെ ചുമര് തുടച്ചിട്ടില്ല കേട്ടോ. അതൊന്ന് വൃത്തിയാക്കാനുണ്ട്. അതും കൂടി ഒന്ന് വൃത്തിയാക്കി ഇടാം. ഉണ്ണി അടിച്ച് തന്നപ്പോൾ ഞാൻ അടിഭാഗം വേഗം തുടച്ചതാണ് കേട്ടോ. അതുപോലെ അകത്തെയും തൊടയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുക്കളയുടെ ക്ലീനിങ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുക്കളയിൽ കുറേ പണികളുണ്ടായിരുന്നു. കാരണം മോളിൽ നിന്ന് പാത്രങ്ങളൊക്കെ അടിയിലിറക്കി അതൊക്കെ തേച്ച് കഴുകണമായിരുന്നു. അങ്ങനത്തെ പണികളുള്ളതുകൊണ്ട് അത് അമ്മയുള്ളപ്പോഴാണ് കേട്ടോ നടക്കുള്ളൂ. എല്ലാം കൂടി ഒറ്റയ്ക്ക് എനിക്ക് ഉണ്ണിക്കും കൂടി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇന്നലെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അടുക്കളയുടെ ഭാഗമൊന്നുമില്ല കേട്ടോ. രാവിലെ തുടങ്ങിയ ക്ലീനിങ് ആണ് ഒരു 2:30-3 മണിയോട് കൂടി നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മാറാല ശരിക്കും പുറത്തഴിക്കാനായിരുന്നു കുറേ സമയം പോയിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഫ്രണ്ടിലിരിക്കുന്ന ചെടികളൊക്കെ മാറ്റി വെക്കണം കേട്ടോ. കാരണം ആന ഇറങ്ങി നിൽക്കുന്ന സമയത്തിലാണ്. കൂട്ടത്തിൽ ചെണ്ടക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്ക് സ്ഥലം വേണമല്ലോ. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്തുള്ള എല്ലാ ചെടികളും ബാക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കാം. ഒറ്റ ദിവസത്തെ കാര്യമുള്ളൂ കേട്ടോ. പിറ്റേ ദിവസം കൊണ്ടുവന്ന് വെക്കാൻ ചെയ്യാം. പക്ഷേ ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എടുത്തുമാറ്റൽ ഇത്തിരി പണിയാണ് കേട്ടോ. കാരണം ഒന്നാമത് വെക്കാൻ അധികം സ്ഥലങ്ങളും ഇല്ല, പിന്നെ നല്ല വെയിറ്റും ആണല്ലോ ഇതൊക്കെ. കൂട്ടത്തിൽ നല്ല വെയിലും, പിന്നെ അതൊക്കെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. സമയം പോയത് അറിഞ്ഞില്ലെങ്കിലും ക്ലീനിങ് പെട്ടെന്ന് കഴിഞ്ഞ പോലെയാണ് കേട്ടോ തോന്നുന്നത്. ചിലപ്പോൾ അടുക്കള ക്ലീനിങ് മുന്നേ ചെയ്തതുകൊണ്ടായിരിക്കും ഇന്ന് പ്രത്യേകിച്ച് വയ്യായി ഒന്നും ക്ഷീണമൊന്നും തോന്നിയില്ല. പിന്നെ ഇനി നമുക്കുള്ളത് നമ്മുടെ പുറത്ത് നമ്മൾ ഗണപതിനെ വിളക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഗണപതിനെ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഇങ്ങനെ നമ്മൾ തീ കത്തിക്കുന്ന സമയത്തെ വിളക്ക് വെക്കുന്ന സമയത്ത് കരി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തേച്ച് കഴുകി വൃത്തിയാക്കി അതും കൂടി ഒന്ന് കൊണ്ടുപോയി കഴുകിയിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ഗണപതിക്കുട്ടനെ തിരിച്ച് കൊണ്ടുവന്ന് വെക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൻ്റെ എൻ്റെക്ക് വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. നാളെ മറ്റൊരു വ്ളോഗായിട്ട് വരാം. ബൈ ബൈ.